ഈ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭ പിടിക്കുമെന്ന എംഎൽഎയുടെയും യുഡിഎഫ് നേതാക്കളുടെയും അവകാശവാദത്തിനെതിരെ പ്രതികരിച്ച് എൽഡിഎഫ് നേതാക്കൾ. പെരിന്തൽമണ്ണ നഗരസഭ നിലനിർത്തുന്നതോടൊപ്പം പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മുൻ എംഎൽഎ വി ശശികുമാർ, സിപിഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് എന്നിവർ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം നിലനിർത്തും. ഇതോടൊപ്പം പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽഡിഎഫ് നേതാക്കൾ. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികളും നഗരസഭ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറിയെന്നാണ് എൽഡിഎഫ് വിലയിരുത്തുന്നത്. മലപ്പുറം ജില്ലയിലും പെരിന്തൽമണ്ണ നഗരസഭയിലും മുന്നേറ്റം ഉണ്ടാകുമെന്നും നില മെച്ചപ്പെടുത്തുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായ വി ശശികുമാർ പറഞ്ഞു. നഗരസഭ യുഡിഎഫ് പിടിച്ചെടുക്കുമെന്നത് എംഎൽഎയുടെ വ്യാമോഹമാണെന്നും വി ശശികുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം എൽഡിഎഫിനുണ്ടായതിനേക്കാൾ വലിയ മുന്നേറ്റമായിട്ടാണ് ഇത്തവണ. 24 പഞ്ചായത്തിലാണ് കഴിഞ്ഞ തവണ എൽഡിഎഫ് ജയിച്ചിട്ടുള്ളത്. അത് ഒരു 10-15 സീറ്റെങ്കിലും 10-15 പഞ്ചായത്തെങ്കിലും അതിനേക്കാൾ നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നാണ് കേൾക്കുന്നത്. ആ റിസൾട്ടിലേക്ക് എത്തുക പെരിന്തൽമണ്ണയിൽ നിന്നായിരിക്കും. പെരിന്തൽമണ്ണയിലെ നഗരസഭ അതിൻ്റെ നില നല്ലപോലെ മെച്ചപ്പെടുത്തുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞങ്ങൾ ജയിച്ച എല്ലാ പഞ്ചായത്തിലും തുടർ വിജയം ഉണ്ടാവും. തുടർന്ന് 2 പഞ്ചായത്തുകളിലാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നത്. ഈ 2 പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തേക്ക് ചായാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇതിനെ ഒന്നും കാണാതെ നമ്മുടെ സ്ഥലം എംഎൽഎ ചില അവകാശവാദങ്ങൾ ഉയർത്തിയിരുന്നു, ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അത് നാളെ കാലത്ത് ഈ സമയമാകുമ്പോഴേക്കും അത് ദിവാസ്വപ്നമായിരുന്നു എന്ന് തെളിയുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് വ്യക്തമാണ്. എൽഡിഎഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ വികസന പദ്ധതികളും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എംഎൽഎയുടെ അവകാശവാദങ്ങൾ തിരുത്തിക്കുറിക്കുമെന്നും നഗരസഭയിൽ മികച്ച വിജയം നേടുമെന്നും സിപിഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ 30 വർഷമായിട്ട് എൽഡിഎഫിന്റെ ഭരണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ ഉള്ളതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള എൽഡിഎഫ് കൗൺസിലുകളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും. അത് നാളെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. പിന്നെ അവകാശവാദത്തിനൊന്നും ഇപ്പോൾ പഞ്ഞില്ല. അവകാശവാദം ഒന്നും നടക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്നലെ എംഎൽഎ തന്നെ ബൂത്ത് കയറി കച്ചറ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ 2-ാം നമ്പർ വാർഡിൽ ബൂത്തിനകത്ത് കയറായി ആ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് എംഎൽഎ നടത്തിയത്. അപ്പോൾ അത് അവരുടെ ദയനീയമായ പരാജയ ഭീതി, അതിൽ നിന്നുണ്ടാകുന്ന ഓരോ ശ്രമങ്ങളാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണുന്നു. പിന്നെ മറ്റ് 6 പഞ്ചായത്തുകളിലും നല്ല വിജയം നേടും. അതിൽ 4 പഞ്ചായത്തുകൾ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലുള്ള പഞ്ചായത്താണ്. 2 പഞ്ചായത്തുകളാണ് യുഡിഎഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളാണ്. ആ 2 പഞ്ചായത്തിലും, അതായത് വെട്ടത്തൂരും ആലിപ്പറമ്പും, അവിടെയുള്ള ഭരണത്തിനെതിരെ, ഭരണസമിതിക്കെതിരെ, ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിന് അനുകൂലമായി നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറുമെന്നും എംഎൽഎയുടെ അവകാശവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അവസാനിക്കുമെന്നും സ്ഥാനാർത്ഥിയും നഗരസഭാ സ്ഥിരം സമിതി ചെയർമാനും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിലെ വിജയം എന്നുള്ളത് മികച്ച വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനം, മുഴുവൻ വീടുകളിൽ കുടിവെള്ളം കൊടുത്തത്, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രശ്നത്തിന് പരിഹാരം കാണണം, വീടുകൾ. ആ രീതി ചെറിയ വിജയമല്ല. ഒരുപക്ഷെ പെരിന്തൽമണ്ണ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ലഭ്യമായതിൽ ഏറ്റവും മികച്ച വിജയമാണ് നാളെ ഉച്ചയോടുകൂടി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ റിസൾട്ട് വരും എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അതൊരു കാരണമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണയാണ് ഒരുപക്ഷെ എംഎൽഎയുടെ നേതൃത്വത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത്.
ഈ വള്ളുവനാടിൻ്റെ ഒരു രാഷ്ട്രീയ മഹത്വമുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ മുസ്ലിം ലീഗോ കോൺഗ്രസോ CPM-ഓ ഒക്കെ നല്ല ടേംസിലാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ആക്ഷേപങ്ങളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഇന്നേ വരെ ഉന്നയിക്കാറില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി നേരിടും, ആശയപരമായി നേരിടും. അത് കഴിഞ്ഞാൽ വളരെ മാന്യമായ സുഹൃത്തുക്കളാണല്ലോ. പക്ഷേ കഴിഞ്ഞ 4-5 വർഷമായി MLA വന്നതിന് ശേഷമാണ് വ്യക്തിപരമായ വളരെ മോശപ്പെട്ട പ്രചരണങ്ങൾ. ഈ 4 ദിവസം മുൻപ് UDF-ന്റെ ഒരു AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ മുൻ ചെയർമാൻമാർക്കെതിരെയൊക്കെ സ്വാഭാവികമായി ഞങ്ങൾക്കത് പ്രതികരിക്കേണ്ടി വരില്ലേ? നിലവിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് കാര്യമായിട്ട് MLA കൊണ്ട് പ്രത്യേകിച്ച് ഒരു സഹായം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വാർഡിൽ ചെറിയ റോഡ് അയാൾ ഒഴിച്ചാൽ വേറെ ഒന്നും സഹായം ഉണ്ടായിട്ടില്ല. മറിച്ച് പെരിന്തൽമണ്ണ നഗരസഭയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ അംഗീകാരം, ഒപ്പം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ പാതി വില തട്ടിപ്പിന് ഇരയായ കുറേ പാവങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. അവർ നിലവിലുള്ള MLA ആണ് ഇതിനെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാളിതുവരെ കാണാത്ത പ്രതിഷേധം അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കോൺഗ്രസ് അനുഭാവികളായ ആളുകൾ വരെ MLA-യുടെ നേതൃത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വലിയ തോതിൽ അവർ പ്രതികരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. മികച്ച വിജയം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.